പിന്നെ ഒരു വർത്താനുണ്ട്. ലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ മുൻകൂർ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അയ്യോ നോ നോ നോ, അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത്. തുടർന്ന് രാസലഹരി പിടികൂടിയത്. ഇത് മീഡിയ എന്റെ ഈ ചെറിയ ചുവടുവെപ്പ് മനുഷ്യരാശിക്ക് ഒരു വലിയ കുതിച്ചാട്ടമാകട്ടെ. അത് നീലാംസ്ട്രോങ് പറഞ്ഞു. അതിനെന്താ, എനിക്ക് ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി. തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഓരോരുത്തന്മാരെ കളിയാക്കുമ്പോ മുറി കയറ്റി സൽക്കരിച്ചിട്ട് നീയൊക്കെ കുടിയനം മാറി. എന്തായാലും തൊപ്പി അറിയാതെ ആ ഒരു സാധനം അവിടെ വരത്തില്ല. തൊപ്പി യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും തൊപ്പിയുടെ അറിവോട് കൂടി ആയിരിക്കണം തൊപ്പിയുടെ ഫ്രണ്ട്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രം അത് ഞാൻ പിന്നെ എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. 10 കൊല്ലം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. ഇതിനകത്ത് ഇവര് ഞാൻ പോകുന്നു. ബൈ ബൈ.